Hi friends, welcome back to my channel. ഇന്ന് നമ്മളൊരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നമ്മളിവിടെ ഒരു ബിയർ ബോട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബിയർ ബോട്ടിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു വൈറ്റ് സ്പ്രേ പെയിൻറ്റ്, ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ ഒരു ക്യാൻഡിൽ, പിന്നെ ഫെവിക്കോള്, പിന്നെ ഇത് വാർണിഷാണ്. നമ്മൾ വീട്ടിൽ ഈ മരത്തിലൊക്കെ അടിക്കണ വാർണിഷ്, അതുപോലെ ഒരു പെയിൻറ്റ് ബ്രഷ്, പിന്നെ കുറച്ച് A4 ഷീറ്റ്സ്. നമുക്ക് ഈ ബിയർ ബോട്ടിൽ ജസ്റ്റ് ഈ സ്പ്രേ പെയിൻറ്റുമായിട്ട് ഒന്ന് ഒരു കോട്ടിങ് കൊടുക്കുക. ഇനി നമുക്ക് A4 ഷീറ്റിൽ ജസ്റ്റ് പേപ്പറിൻ്റെ ഓരോ പീസസ് നമുക്കിങ്ങനെ കീറിയെടുക്കാം. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഷേപ്പിലല്ലാതെ നമുക്കൊരു ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ ജസ്റ്റ് കീറിയിട്ട് എടുക്കാം. ഇതുപോലെ ഷേപ്പൊക്കെ ആക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ പേപ്പറൊക്കെ ഒന്ന് കളർ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് കോഫി പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ പേപ്പറൊക്കെ നമുക്ക് അതിലൊന്ന് മുക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ പേപ്പറൊക്കെ ഒന്ന് ഡ്രൈ ആകാൻ വെക്കുക. അപ്പോൾ നമ്മൾ പേപ്പറൊക്കെ ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പറിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് തീ കൊണ്ട് ജസ്റ്റ് ഒന്ന് ബേൺ ചെയ്തെടുക്കാം. ഓവറായിട്ട് കത്തിക്കാതെ ജസ്റ്റ് ഒന്ന് ബേൺ ചെയ്തെടുക്കാം. അപ്പോൾ പേപ്പറൊക്കെ സൈഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോളും അതുപോലെ ഫെവിക്കോളിൽ വെള്ളം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫെവിക്കോളും വെള്ളവും മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫെവിക്കോളും വെള്ളവും മിക്സ് ചെയ്ത ഒരു സൊല്യൂഷൻ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ബോട്ടിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഓരോ പീസസ് ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു കോട്ടിങ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത പീസ് നമ്മൾ ഗ്യാപ്പ് വരാതെ അടുപ്പിച്ചിട്ട് ഇങ്ങനെ വെക്കുക.
അപ്പോൾ നമ്മൾ പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ആ ഫെവിക്കോളും വാട്ടർ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒന്ന് ഡ്രൈ ആകാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ബോട്ടിൽ ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആവാൻ ഒരു ഏകദേശം 4-5 മണിക്കൂർ എടുക്കും. അപ്പോൾ നല്ലോണം ഡ്രൈ ആയതിൻ്റെ ശേഷം നമുക്ക് വാർണിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബോട്ടിലിന് ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഡ്രൈ ആയതിൻ്റെ ശേഷം ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് മുക്കിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ വാർണിഷ് ചെയ്യുമ്പോൾ വാർണിഷ് ബോട്ടിലൊന്ന് സെറ്റായി വരാൻ ഒരു ദിവസത്തോളം വെക്കേണ്ടി വരും. വാർണിഷ് ഒന്ന് ഉണങ്ങി വരാൻ. അപ്പോൾ നമ്മളെ ബോട്ടിൽ വാർണിഷൊക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, കുറച്ച് ഡ്രൈ ആവാൻ കുറച്ച് വെക്കും എന്നല്ലാതെ ബാക്കിയെല്ലാം ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഓരോ സ്റ്റെപ്സൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.